ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഫ് ഇതിന്റെ ഉപയോഗമാണ്. ഇതിന്റെ മീനിങ് എങ്കിൽ എന്നാണ്. ഇത് മാത്രമല്ല ഈഫിന്റെ അർത്ഥം. ആണോ എന്ന്, ഉണ്ടോ എന്ന് എന്നൊക്കെയുള്ള മീനിങ് കിട്ടാണ് ഈഫ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇംഗ്ലീഷിൽ കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ കഴിഞ്ഞ എൻ്റെ വീഡിയോസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ കാണാത്തവരൊക്കെ പോയിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഈഫ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്ന്, ആണോ എന്ന് എന്നുള്ളൊക്കെ മീനിങ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എനിക്കറിയില്ല അവൻ വരുമോ എന്ന്. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അവൻ വരും എന്നുള്ള എങ്ങനെ പറയാ? ഹി വിൽ കം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈഫ് ചേർത്താല് അവൻ വരുമോ എന്നാണാവും. അപ്പൊ എങ്ങനെ പറയാ? ഐ ഡോണ്ട് നോ ഇഫ് ഹി വിൽ കം. ഐ ഡോണ്ട് നോ ഇഫ് ഹി വിൽ കം. എനിക്കറിയില്ല അവൻ വരുമോ എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ആണോ എന്ന്, ഉണ്ടോ എന്നുള്ളൊക്കെ മീനിങ് കിട്ടാൻ നമ്മൾ എന്ത് വെക്കാറുണ്ട്? ഈഫ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. നീ ഒന്ന് ചെക്ക് ചെയ്യൂ, ഡോറ് ക്ലോസ് ചെയ്തിരിക്കണോ എന്ന്, ഡോറ് ലോക്ക് ആണോ എന്ന് നീ ഒന്ന് ചെക്ക് ചെയ്യുമോ? ഇങ്ങനെ പറയാ, നീ ചെക്ക് ചെയ്യുമോ? നിനക്ക് കഴിയോ? ക്യാൻ യു ചെക്ക് ഇഫ് ദ ഡോർ ഇസ് ലോക്ക്ഡ്? ഡോറ് ലോക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യൂ എന്ന് ചോദിക്കുക. എങ്ങനെ? ക്യാൻ യു ചെക്ക് ഇഫ് ദ ഡോർ ഇസ് ലോക്ക്ഡ്? അപ്പൊ ഇങ്ങനെ ആണോ എന്ന്, ഉണ്ടോ എന്നുള്ള ഒരു മീനിങ് കിട്ടാൻ നമ്മൾ എന്ത് വെക്കാം? ഈഫ് വെക്കാം. നെക്സ്റ്റ് ഒരു സെന്റൻസ്. നിനക്കറിയോ അവന് അല്ലെങ്കിൽ അവള് വീട്ടിലുണ്ടോ എന്ന് നിനക്കറിയോ? നിനക്കറിയാമോ എങ്ങനെ ചോദിക്കുക? ഡു യു നോ അവൾ വീട്ടിലുണ്ട്? ഷീ ഈസ് അറ്റ് ഹോം. അപ്പൊ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ആണോ എന്നുള്ള മീനിങ് ആയിട്ട് നമ്മൾ ഈഫ് വെക്കുന്നു അല്ലേ? ഡു യു നോ ഇഫ് ഷീ ഈസ് അറ്റ് ഹോം? ഡു യു നോ ഇഫ് ഹി ഈസ് അറ്റ് ഹോം? അപ്പൊ ഉണ്ടോ എന്നുള്ളൊരു മീനിങ് കിട്ടി. ഷോർട്ട് സ്പീച്ചിലൊക്കെ നമ്മൾ എവറി ഡേ ഷോർട്ട് സ്പീച്ചിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇഫിന്റെ. ഒരു എക്സാമ്പിൾ പറയാം. നിനക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇഫ് യു വാണ ഗോ, ലെറ്റ്സ് ഗോ. ഇഫ് യു വാണ ഗോ, ഇഫ് യു വാണ എന്ന് പറഞ്ഞാൽ, വാണ എന്ന് പറഞ്ഞാൽ വാണ്ട് ടു എന്നുള്ളതിന്റെ ഒരു, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കേട്ടോ. അപ്പൊ ഈ വാണ, ഇഫ് യു വാണ, ഈ വാണ എന്നുള്ളതിന്റെ മീനിങ് അറിയാത്തവർ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം കേട്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഫ് യു വാണ ഗോ, ലെറ്റ്സ് ഗോ. നിനക്ക് ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പോകാം. അപ്പൊ വാണ എന്ന് പറഞ്ഞാൽ വാണ്ട് ടു, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മീനിങ് ആണ് നമ്മൾ വെക്കുക അതിന് പകരം കേട്ടോ. ഇഫ് യു വാണ ഗോ, ലെറ്റ്സ് ഗോ നൗ. നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. നീ ഇപ്പൊ റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനി ഇഫിന്റെ വേറൊരു ഉപയോഗം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇഫിന്റെ ഒരു ഉപയോഗമാണ് ഇഫ് യു ക്യാൻ. നിനക്ക് കഴിയുമെങ്കിൽ എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ ഇഫ് വെക്കാറുണ്ട്. അപ്പൊ നിനക്ക് പോകാൻ കഴിയുമെങ്കിൽ ഇഫ് യു ക്യാൻ ഗോ. ഇഫ് യു ക്യാൻ ഗോ. നിനക്ക് വരാൻ കഴിയുമെങ്കിൽ ഇഫ് യു ക്യാൻ കം. നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇഫ് യു ക്യാൻ ടു. ഓക്കെ, ഇഫ് യു ക്യാൻ ടു എന്ന് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ സെന്റൻസ് ഉപയോഗിക്കുക? എനിക്ക് കുറച്ച് പൈസ കടം തരാൻ പറ്റുമെങ്കിൽ ഞാൻ അത് നാളെ നിനക്ക് തിരിച്ചു തരാം. ഇങ്ങനെ പറയാ, ഇഫ് യു ക്യാൻ ലെൻഡ് മീ സം മണി, ഐ വിൽ റിട്ടേൺ ഇറ്റ് ടുമോറോ. ഇഫ് യു ക്യാൻ ലെൻഡ് മീ സം മണി, ഐ വിൽ റിട്ടേൺ ഇറ്റ് ടുമോറോ. ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം തരിക എന്നാണ് അർത്ഥം കേട്ടോ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു തരാം. ടുമോറോ, നാളെ. ഇഫ് യു ക്യാൻ ലെൻഡ് മീ സം മണി, ഐ വിൽ റിട്ടേൺ ഇറ്റ് ടുമോറോ എന്ന് പറയാം. നെക്സ്റ്റ് ഒരു സെന്റൻസ് ആണ്. നിനക്ക് എന്നെ വെയിറ്റ് ചെയ്യാൻ, കാത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും. എങ്ങനെ പറയാ? ഇഫ് യു ക്യാൻ വെയിറ്റ് മീ, നിനക്ക് എന്നെ കാത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും. ഐ വിൽ കം വിത്ത് യു. ഇഫ് യു ക്യാൻ വെയിറ്റ് മീ, ഐ വിൽ കം വിത്ത് യു. നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയുമെങ്കിൽ, കാത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും. മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിനക്ക് നേരത്തെ വരാൻ കഴിയുമെങ്കിൽ, ഇഫ് യു ക്യാൻ കം ഏർലി, ഐ വിൽ കം വിത്ത് യു. നിനക്ക് നേരത്തെ വരാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും. അപ്പോ ക്യാനിന്, ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയുമെങ്കിൽ എന്നുള്ളൊരു മീനിങ് ഉണ്ട് കേട്ടോ. ഏർലി എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ. അപ്പൊ ഇഫ് യു ക്യാൻ കം ഏർലി, ഐ വിൽ കം വിത്ത് യു. അപ്പൊ ഇങ്ങനെ ഈഫിന് കുറേ യൂസേജ് ഉണ്ട്. ഈഫ് വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത്
താഴെ കൊടുക്കാം, അത് കാണുക. Okay. Thanks for watching. Please don't forget to subscribe, like and share my channel.